ഇനി നിങ്ങൾക്ക് തന്നെ പറയാവുന്നുള്ളൂ, നിങ്ങൾ തന്നെ കണ്ടതാണ് നേരത്തെ. ലെങ്ത്തിന്റെ SI യൂണിറ്റിന്റെ പേരെന്താ? ലെങ്ത്തിന്റെ SI യൂണിറ്റ്, നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? ഒന്നുമല്ല, മീറ്റർ ആണ്. അപ്പോൾ എഴുതി വെക്കുക മീറ്റർ. മീറ്ററേ എന്ന് എഴുതണം, മീറ്ററേ, അതാണ് സ്പെല്ലിംഗ് കേട്ടോ, മീറ്റർ. അതിന്റെ ചിഹ്നം സിമ്പിളും പഠിക്കണം, സ്മോൾ ലെറ്റർ M. എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും, പേരുകളും സ്മോൾ ലെറ്റർ ആയിരിക്കും, ചിഹ്നവും സ്മോൾ ലെറ്റർ ആയിരിക്കും. സ്മോൾ ലെറ്റർ ചിഹ്നം വരാത്തപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാസിന്റെ എന്താണ്? മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ കിലോഗ്രാമിന് കിലോഗ്രാം തന്നെ എഴുതണം. ഇത് എഴുതിയില്ലേ പരീക്ഷ മാർക്ക് കേട്ടോ. മാസിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ kg എന്ന് എഴുതി വെക്കരുത്, കിലോഗ്രാം തന്നെ എഴുതണം. അതിന്റെ ചിഹ്നമാണ് kg. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്? അതിന്റെ ചിഹ്നമാണ് kg. ടൈം, ടൈമിന്റെ എന്തായിരുന്നു? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് സെക്കൻഡ്സ്. സെക്കൻഡ് എന്ന് എഴുതിയാൽ മതി, സെക്കൻഡ്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ചിഹ്നം S ആണ്. SEC എന്ന് എഴുതരുത്, അത് തെറ്റാണ്. അങ്ങനെ ഇതുവരെ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. S എന്ന് തന്നെ എഴുതി പഠിക്കുക. S എന്നാണ് സാർ സ്മോൾ ലെറ്റർ ആണോ? സ്മോൾ ലെറ്റർ. 3 സ്മോൾ ലെറ്റർ ആണ്. ഇലക്ട്രിക് കറണ്ട്, ഈ 3 നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഈ ബാക്കിയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ പറ, ഇലക്ട്രിക് കറണ്ടിന് എന്താണ്? കറണ്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് 2 ആംബിയർ 3 ആംബിയർ എന്നല്ലേ പറയാം. ആ ആംബിയർ ആണ് അവൻ്റെ SI യൂണിറ്റ്, ആംബിയർ. ചിഹ്നം ക്യാപിറ്റൽ ലെറ്റർ, ചിഹ്നം ക്യാപിറ്റൽ ലെറ്റർ, പേര് സ്മോൾ ലെറ്റർ. വ്യത്യാസം മനസ്സിലാക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പറേച്ചർ, ടെമ്പറേച്ചറും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആണ്. എന്താ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ? സാധാരണ ടെമ്പറേച്ചർ ആണ്, വേറെ ഒന്നുമില്ല. SI യൂണിറ്റ് ആരാണ് മക്കളെ? സെൽഷ്യസും അല്ല, ഫാരനൈറ്റും അല്ല, മൂന്നാമത് ഒരുത്തനാണ്, കെൽവിൻ ആണ്. കെൽവിൻ, ക്യാപിറ്റൽ ലെറ്റർ K. സാർ ഡിഗ്രി ഫാരനൈറ്റ്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി കെൽവിൻ ആണോ? അല്ല, വെറും കെൽവിൻ. ഡിഗ്രി കെൽവിൻ എന്നുള്ള പേരില്ല, വെറും കെൽവിൻ. സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ K, എഴുത്തിൽ സ്മോൾ ലെറ്റർ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇത് ആക്ച്വലി നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കാവുന്ന സാധനം. കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിക്കും. കെമിസ്ട്രിയിൽ ഓക്സിജൻ്റെ കുറേ എടുത്തു, ഒരു 10-16 ഗ്രാം എടുത്തു. അങ്ങനെ 16 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എത്രയോ ആറ്റംസ് ഉണ്ടാവും. എത്രയോ ആറ്റംസ് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 6 × 10⁻20 അങ്ങനെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുക എങ്ങനെയാണ്? ഓക്സിജൻ്റെ ആറ്റംസിൻ്റെ എണ്ണത്തിന് നമ്മൾ സിമ്പിളായിട്ട് എന്താ പറയുക? 16 ഗ്രാം എടുത്താൽ നമ്മൾ പറയും അതെന്ന് പറഞ്ഞാൽ 1 മോളാണ്. അപ്പോൾ എത്രയോ ആറ്റംസ് ഉണ്ട്, അതിനെല്ലാം കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞു 1 മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ആറ്റംസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കി. സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കി. ആ യൂണിറ്റിൻ്റെ പേരല്ലേ ഈ മോൾ എന്ന് പറഞ്ഞാൽ? പറ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ആറ്റം, നൈട്രജൻ്റെ ആറ്റം, എല്ലാത്തിനും മോളിക്കൂൾ ആറ്റംസ് എല്ലാം കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന എന്ത് യൂണിറ്റിലാണ്? മോൾ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്നതാണ്, ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. MOLE ആണ് പേര്. ചിഹ്നവും സിമ്പിളാണ്, MOL. ഈ എടുത്ത് പറഞ്ഞാൽ മതി. ചിഹ്നം MOL, ഫുൾ നെയിം MOLE. ലാസ്റ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ SI യൂണിറ്റ് കാൻഡില ആണ്, കാൻഡില. ചിഹ്നം CD. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, 7 SI യൂണിറ്റ്സിന്റെ പേരുകൾ സിമ്പിൾ. സെറ്റ് ആണ് സെറ്റ് എന്ന് പറയുന്നത്.